ഇപ്പം നമ്മൾ കൈ പൊട്ടി അല്ലെങ്കിൽ കൈമ്മ മുറിയൊക്കെ ആയി കഴിഞ്ഞാൽ ബാൻഡേജ് കിട്ടും, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടും. അതിനൊക്കെ പാടെ പറയുന്നതാണ് ജബീറ, പ്ലാസ്റ്റർ, ബാൻഡേജ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ. അതിൽ തടവുന്ന വിഷയം എങ്ങനെയാണ്? അപ്പം അതിൽ 4 വ്യത്യസ്ത രൂപങ്ങളായിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. ഒന്നാമത്തത്, ഒരാളെ കയ്യിൽ മുറിയായി അല്ലെങ്കിൽ കാലിൽ ഉളുവിൻ്റെ ഒരു ഭാഗത്ത് മുറിയായിട്ട് ബാൻഡേജോ പ്ലാസ്റ്ററോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതിങ്ങനെ തുറന്നിട്ട അവസ്ഥയിലാണ്. അത് കഴുകുന്നത് കൊണ്ടും പ്രശ്നമില്ല, കഴുകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാനില്ല എങ്കിൽ അയാൾ ആ ഭാഗം കഴുകൽ നിർബന്ധമാണ്. ഉളുവിൻ്റെ അവയവം കഴുകൽ നിർബന്ധമാണ്. രണ്ടാമത്തൊന്ന്, കഴുകാൻ പറ്റൂല. വെള്ളം ധാരാളം തട്ടിക്കഴിഞ്ഞാൽ മുറി പഴുക്കും, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ ചെറിയ രൂപത്തിൽ തടവ, അതുകൊണ്ട് പ്രശ്നമല്ല. അപ്പം അയാൾ എന്ത് ചെയ്യണം? ആ ഭാഗം തടവിയാൽ മതി, മുറിയുടെ ആ ഭാഗം അയാൾ തടവിയാൽ മതി. മൂന്നാമത്തെ ഒന്ന്, അയാൾക്ക് വെള്ളം കഴുകാനും പറ്റൂല, വെള്ളം കൊണ്ട് തടവാനും പറ്റൂല. എന്നാൽ പ്ലാസ്റ്ററും ഇട്ടിട്ടില്ല, ബാൻഡേജോ പ്ലാസ്റ്ററോ ഒന്നും ഇട്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് തുറന്നിട്ട് കാറ്റ് തട്ടിയിട്ട് എന്ത് ചെയ്യണം? മുറി ഉണങ്ങണം. എന്നാൽ കഴുകാൻ പറ്റുമോ? ഇല്ല. ചെറിയ വെള്ളം കൊണ്ട് തടവാൻ പറ്റുമോ? അതും പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ഉദൂഇന്റെ കഴുകേണ്ട അവയവങ്ങൾ മുഴുവൻ കഴുകുക. ഏത് അവയവത്തിനാണോ ബുദ്ധിമുട്ട് ആ അവയവം ഒഴിവാക്കുക. അവസാനം ആ അവയവത്തിന് വേണ്ടി തയമ്മും ചെയ്യാം. ഉദാഹരണം, ഇടത്തെ കയ്യിൽ മുറിയായി, കൈ തുറന്നിട്ടേക്കാണ്, കഴുകാനും പറ്റില്ല, തടവാനും പറ്റില്ല. നമ്മൾ വുദു ആരംഭിച്ചു. ആദ്യം കൈപ്പത്തികൾ കഴുകി, വായ വെള്ളം കുപ്പിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, മുഖം കഴുകി, വലത്തെ കൈ കഴുകി, ഇടത്തെ കൈ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഒഴിവാക്കുക. എന്നിട്ട് തല തടവുക, ചെവി തടവുക, കാല് കഴുകുക. ഇതിന് ശേഷം ഇടത്തെ കൈയിന് വേണ്ടി തയമ്മും ചെയ്യാം. അതാണ് അതിൽ നമ്മൾ നിർവഹിക്കേണ്ട ശരിയായ രൂപം. അല്ലാഹു അഅലം. ഇനി നാലാമത്തെ ഒന്ന്, ഒരാളെ കയ്യിൽ മുറിയിൽ കൈ പൊട്ടി ബാൻഡേജ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് അവയവത്തിൽ എത്ര ഭാഗത്തിനാണോ പ്ലാസ്റ്റർ ആവശ്യം അത്ര മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമേ, കയ്യിൻ്റെ അരഭാഗം മാത്രമേ പ്ലാസ്റ്റർ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ അത് മുട്ടുവരെ കയറ്റിടാൻ പറ്റുമോ? ഇല്ല. അത് ഡോക്ടറോട് എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേകം സൂചിപ്പിക്കണം. അത് നമുക്ക് എത്രയാണ് ആവശ്യം അത്ര മാത്രമേ പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു അരഭാഗം പ്ലാസ്റ്റർ ഇട്ട് കരുതുക, അല്ലെങ്കിൽ അരഭാഗം ബാൻഡേജ് ഉണ്ട്. അപ്പോൾ കൈ കഴുകുമ്പോൾ എന്ത് ചെയ്യണം? പ്ലാസ്റ്റർ ഇല്ലാത്ത അല്ലെങ്കിൽ ബാൻഡേജ് ഇല്ലാത്ത ഭാഗം കഴുകണം. അവിടേക്ക് വെള്ളം നേരെ കഴുകിയിട്ട് ബാൻഡേജിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ പ്ലാസ്റ്ററിൻ്റെ മുകളിലൂടെ തടവിയാൽ മതിയാകുന്നതാണ്. ഇനി കൈ മുഴുവൻ അല്ലെങ്കിൽ കാല് മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബാൻഡേജ് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിലൂടെ ഒന്ന് തടവിയാൽ മതി. അപ്പോൾ കഴുകേണ്ട ആവശ്യമില്ല, അതിൻ്റെ മുകളിലൂടെ ഒന്ന് തടവിയാൽ മതി. പക്ഷേ തടവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹുഫയിൽ തടവിയത് എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ അങ്ങനെ ഒരു തവണ തടവ് ചെയ്ത്. പക്ഷേ ബാൻഡേജിലും പ്ലാസ്റ്ററിലും അത് മുഴുവനായിട്ട് തടവണം. അപ്പോൾ കയ്യിൽ മുഴുവൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തടവണം? പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ആദ്യം മുതൽ അവസാന ഭാഗം വരെ പൂർണ്ണമായിട്ട് നമ്മൾ തടവണം. അപ്പോൾ ഒരാൾ ബാൻഡേജ് ഇട്ടത് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടത് വുളു എടുക്കുന്നതിൻ്റെ മുമ്പേ ആണെങ്കിലും, ഹുഫ ധരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ശുദ്ധിയോടുകൂടി ധരിച്ചാലേ തടവാൻ പറ്റുള്ളൂ. ഒരാൾ പ്ലാസ്റ്റർ ഇടുന്നതിന് മുമ്പേ അയാൾ ശുദ്ധി വരുത്തിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് തടവാൻ പറ്റുമോ? അയാൾക്ക് തടവാൻ പറ്റും. കാരണം പ്ലാസ്റ്റർ ഇടാൻ പോകുന്ന സമയത്ത് ഞാൻ ഒന്ന് ഉള്ളെടുത്ത് വരട്ടെ എന്ന് പറയാൻ നിൽക്കുമോ? ഇല്ല. അപ്പോൾ ഇസ്ലാം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് അങ്ങനെ ശുദ്ധി വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹുഫയെ പോലെ തന്നെ സമയപരിധി ഇല്ല. എത്ര കാലം നമ്മൾ പ്ലാസ്റ്റർ ഇടുന്നുണ്ടോ അത്രയും കാലം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മുകളിലൂടെ തടവാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവയവത്തിൽ കുറച്ച് ഭാഗം മാത്രമേ പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ളൂ എങ്കിൽ അത് മാത്രം തടവിയാൽ പോരാ, ബാക്കിയുള്ള ഭാഗം വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം? കഴുകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.